വേണോ വാ എന്തും തരാം ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞ് ജനങ്ങളെ പാട്ടിലാക്കി ഈമാൻ പോക്കറ്റടിക്കുമ്പോ പൊട്ടാസ്യം സൈനൈഡിന് ശാസ്ത്രജ്ഞന്മാരൊരു വില കൽപ്പിച്ചിട്ടുണ്ട്. പൊട്ടാസ്യം സൈനൈഡ് തുടരേ. ഈ സൈനൈഡ് കഴിച്ചല്ലേ പല ആളുകളും പെട്ടെന്ന് ടപ്പട്ടപ്പയെന്ന് മരിക്കുന്നത്. അത്ര വീര്യമാ പൊട്ടാസ്യം സൈനൈഡിന്. അതിന് കൊടുക്കുന്ന ഗൗരവത്തെക്കാൾ വലിയ ഗൗരവ കുറെ കാലമായിട്ട് ജമാഅത്ത് മുജാഹിദുകാർ പറയുന്നത് സുന്നിയിലേക്ക് പോവല്ലേ, മൗലൂദ് തോന്നല്ലേ, റാത്തി പോതല്ലേ. ഇങ്ങനെയൊക്കെ ജനങ്ങളെ വശീകരിക്കുമ്പോ നിങ്ങളുടെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ റസൂലുള്ള പറഞ്ഞു അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. അല്ലെ പോകും. ഈ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചാൽ ഈ വാഗ്ദാനങ്ങൾ നല്ല മുക്കാലല്ലേ. 1000ന്റെ നല്ല ചോപ്പ സാധനങ്ങൾ കാണുമ്പോഴേ ചെറിച്ചങ്ങ് പോകും കൂടെ. അതുകൊണ്ടാ പറഞ്ഞത് ഈ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച ഒരൊറ്റ വലി വലിച്ച പല്ലും പോകും, പിടിച്ചോം വിടും. അത് മനസ്സിലാക്കിയ ദീർഘവീക്ഷണമുള്ള റസൂലുള്ള പറഞ്ഞു അള്ളു അലൈഹാ ബിൻ നവാജിദി, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചോ ദീനിനെ. ആന തട്ടി ഭരിക്കാൻ നേരത്ത് എവിടെ കൊണ്ടാ പിടിക്കുന്നത്? ആനയുടെ പരിചയല്ലേ? ആന എവിടെ കൊണ്ടാ പിടിക്കുന്നത്? ഇവിടെ കൊണ്ടാണോ? അണപ്പല്ല് കൊണ്ട് പിടിച്ചിട്ടാ മൂപ്പ സ്റ്റെപ്പ് വെച്ചിട്ട് ഏത് വലിയ തടിയും വലിക്കുന്ന അണപ്പല്ല്. അത് സ്ട്രോങ്ങാ. റസൂലുള്ള പറഞ്ഞു ബിൻ നവാജിദി, അണപ്പല്ല് കൊണ്ട് പിടിച്ചോ, അവന്മാര് കാർന്നു കൊണ്ടുപോകും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ആഖിറത്തിന്റെ പ്രശ്നമാണ്. ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സാധുക്കളായി നമുക്ക് സ്വഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മെയും നമ്മുടെ മക്കളുണ്ട് അവരെയും ഒക്കെ നാം വിശ്വസിച്ച ആശയ ആദർശങ്ങളിൽ നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക്, സംഘാടകർക്ക്, സ്ഥാപനത്തിന്റെ ആളുകൾക്കും. നമ്മുടെ അടുത്ത സ്ഥാപനമുണ്ട്, ഗ്രീൻ വാലിയോ, റോസ് വാലി. നല്ല പേരാ. റോസ് വാലി അല്ലേ? റോസ് ലാൻഡ് ആണ്. അൽഹംദുലില്ലാഹ്. എന്തായാലും നല്ലൊരു സ്ഥാപനം. അള്ളാഹു അത് വിജയിപ്പിക്കുമാറാവട്ടെ. അല്ലാതെ എന്നും നമ്മള് എന്നും അങ്ങനെ ആയാൽ പോരല്ലോ. അതൊക്കെ കാന്തപുര ഉസ്താദിന്റെ പവറാന്ന് കൂട്ടിക്കോ. അല്ലാന്ന് സംഘാടകർക്ക് വാദമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരു കാലത്ത് ഇങ്ങനെ ഓച്ചാനിച്ച് നിന്നിരുന്നു. സുണ്ണി എന്ന് പറഞ്ഞാല് നിങ്ങളെ മയക്കോടി കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ടേക്ക്, നിങ്ങൾ ഒന്ന് സുണ്ണിയായിട്ട് തന്നെ അവിടെ കിടന്നാ മതി എന്ന് വിചാരിച്ചിരുന്നു. അവിടെ നിന്നൊക്കെ ബെല്ലും ബ്രേക്കും വിട്ട് മദ്രാസ് മേൽ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോ ആ തീവ്രതയുടെ പിന്നിൽ അൽഹംദുലില്ലാഹ് പിടിച്ചു കെട്ടാൻ പറ്റാത്ത രൂപത്തിൽ മലവെള്ളപ്പാച്ചിലിനെ മണൽച്ചിറ കെട്ടി തടുക്കാൻ ശ്രമിക്കുന്നവരുടെ അവസ്ഥയാണെന്ന് എതിർവിഭാഗത്തിനുണ്ടായിട്ടുള്ളത്. എത്രയെത്ര സ്ഥാപനങ്ങള്, ആയിരക്കണക്കിന് മസ്ജിദുകള്. ആ ആവേശത്തിൽ ഒരുപാട് ദീന് വളർന്നു. അതിൽപ്പെട്ട ഭാഗങ്ങൾ വരുമ്പോ വാക്കുകൊണ്ടും നാക്കുകൊണ്ടും ഒക്കെ ഏകോദര സഹോദരങ്ങളായി സഹകരിക്കണമെന്നും ഒറ്റവാക്കിൽ ഓർമ്മപ്പെടുത്തി ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ഞാൻ ബദരീങ്ങളുടെ പേരിൽ തവസ്സുൽ ചെയ്ത് പറയുമ്പോൾ അവരെത്ര 313, 315 എന്നൊക്കെ അഭിപ്രായം ഉണ്ടല്ലോ. എന്തായാലും അവരുടെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് നിങ്ങൾ തർളിയത്ത് ചെല്ലണം. ഭീകരമായ ഒരു രോഗവും ഇവിടെ കൂടിയ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വരുത്തരുത്. ഹാർട്ട് അറ്റാക്ക് പോലെ, കീറി മുറിക്കുന്ന രോഗം പോലെ, അപകട മരണം പോലെ എത്രയെത്ര അപകടങ്ങളാണ് നമ്മൾ ദൈനംദിനം കാണുന്നത്. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അതൊന്നും നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ ബന്ധപ്പെട്ടവർക്ക്, സ്നേഹിതന്മാർക്ക് വരരുത് എന്ന് മനസ്സിൽ കരുതി ഈ പാതിരാത്രിയോട് അടുക്കുന്ന സമയത്ത് ബദരീങ്ങളുടെ പേര് പറയുന്ന സദസ്സിൽ ആത്മാർത്ഥമായി പേര് പറയണമെന്ന് ഓർമ്മപ്പെടുത്തി നമുക്കൊരു ഫാത്തിഹ വിളിക്കാം. മദീനയിൽ കിടക്കുമ്പോൾ, മദീനയിലും പ്രാന്തപ്രദേശങ്ങളിലുള്ളേ അല്ലാഹു തആല നെറ്റ്വർക്ക് ഒന്ന് വികസിപ്പിച്ചു കൊടുത്താൽ, അള്ളാന്റെ നെറ്റ്വർക്ക് ഒന്ന് വികസിപ്പിച്ചു കൊടുത്താൽ എങ്ങോട്ടെത്തി? അങ്ങോട്ടെത്തി. ഇപ്പൊ ഹയ്യാക്കല്ല എന്നതാ മോനെ ഇവിടുത്തെ ഐഡിയ. പിന്നെ വോഡഫോൺ ഇല്ലേ, നെറ്റ്വർക്കുകളാ. സുബ്ഹാനല്ലാഹ്, 100 രൂപ മേടിച്ച് റീചാർജ് ചെയ്തിട്ട് നിങ്ങളുടെ സഹോദരൻ ഇപ്പൊ മദ്രാസിൽ നിന്ന് വിളിക്കുക, എടാ ബൂട്ടിയെ ഒരു 100 രൂപയുടെ റീചാർജ് ഒന്ന് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ മുട്ടാണിപ്പീടിയിൽ നിന്ന്, ഇവിടെ ചവിട്ടാണിക്കല്ലിൽ നിന്നാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ 100 രൂപ ചെല്ലിട്ട 16 അക്ഷരങ്ങൾ 5, 3, 8, 4 ഈ 16 അക്ഷരം പറഞ്ഞു കഴിയുമ്പോ സുബ്ഹാനല്ലാഹ് മേടിച്ച 100 രൂപ പോയില്ലേ? ഇല്ലേ? പോയി. അതാരാ ആസ്വദിച്ചത്? മദ്രാസിൽ നിന്ന് വിളിച്ച അബൂട്ടി. 100 രൂപ അവന് കിട്ടിപ്പോയി. നെറ്റ്വർക്കാ. സൂറത്ത് യാസീനും സൂറത്തുൽ ഫാത്തിഹയും ചില വാക്കുകളാ. അതങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് ആ നെറ്റ്വർക്കിലേക്ക് അങ്ങ് കൊടുത്താൽ ഉദ്ദേശിച്ചവർക്ക് അതങ്ങ് കിട്ടും. എന്തിനാ വെറുതെ തർക്കിക്കുന്നത്? അതുകൊണ്ട് ആ സ്വഹാബുൽ ബദരീങ്ങളുടെ ഒക്കെ അടുത്തേക്ക് ആ നെറ്റ്വർക്ക് അങ്ങോട്ട് വികസിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹ്ക്ക് പ്രാപ്തിയില്ലേ? അള്ളാന്റെ സഹായം കൊണ്ടല്ലേ ഈ കളി മുഴുവൻ ഈ ആളുകളൊക്കെ കളിക്കുന്നത്. ആ പരാശക്തിയിൽ വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾക്കൊക്കെ അള്ളാഹ് അങ്ങ് വികസിപ്പിച്ചു കൊടുത്താൽ എത്തുമെന്ന വിശ്വാസത്തിന് വിളിച്ചു.